നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി ഭരണത്തെ വരച്ച വരയിൽ നിർത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി പൂർത്തിയാകുന്നു. കഴിഞ്ഞ 5 വർഷവും 2 പിണറായി വിജയൻ സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാന സർക്കാരിനെ ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പദവിയിൽ നിന്നും പടിയിറങ്ങാൻ ഒരുങ്ങുന്നത്. പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കും വരെ പദവിയിൽ തുടരാം. ഈ 5 വർഷ കാലയളവിൽ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളും സംവാദങ്ങളുമാണ് ഗവർണർ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു സംസ്ഥാനവും കാണാത്ത അത്ര ഏറ്റുമുട്ടലാണ് കേരളത്തിൽ ഗവർണറും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഏറ്റുമുട്ടൽ തെരുവിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 1ാം പിണറായി സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ ഈ പ്രധാന പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യത്തിന് ഗവർണർ എന്ന ഉത്തരത്തിലെത്തുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. ഒരുപക്ഷെ ഇവിടുത്തെ ഗവർണർക്കുള്ള ധൈര്യം പോലും പ്രതിപക്ഷത്തിനില്ല എന്ന് തന്നെ വേണം പറയാൻ. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദീബെൻ പട്ടേൽ, തമിഴ്നാട് ഗവർണർ RN രവി എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിൽ 5 വർഷത്തിലധികമായി പദവിയിലുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും അവസരം കൊടുക്കുമോ എന്ന കാര്യവും അറിയേണ്ടതുണ്ട്. നേരത്തെ ഉപരാഷ്ട്ര പദവി ലക്ഷ്യമിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നീക്കം നടത്തിയെങ്കിലും നറുക്ക് വീണത് ജഗദീപ് ധൻഖറിനായിരുന്നു. 2 ആഴ്ച മുൻപ് ഗവർണർ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചെങ്കിലും പദവിയിൽ തുടരുന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചില്ലെന്നാണ് വിവരം. പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യ വെടിപൊട്ടിച്ചത്. പിന്നീട് കണ്ണൂർ VC-ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതും വാർത്തയായി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. നയപ്രഖ്യാപനത്തിന് തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് നിയമസഭയിൽ നിന്ന് മടങ്ങി. രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് ഡിലിറ്റ് നൽകാനുള്ള ഗവർണറുടെ താൽപര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിലെ പരസ്യ സ്വഭാവം വന്നു. സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ട് സാങ്കേതിക സർവകലാശാല VC നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് ആയുധമാക്കി 9 VC-മാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇതിൽ കാലടി, കണ്ണൂർ, ഫിഷറീസ് സർവകലാശാല VC-മാർക്ക് പദവി നഷ്ടമായി. VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ സെർച്ച് കമ്മിറ്റി ഘടന മാറ്റിയുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ദീർഘനാൾ തടഞ്ഞുവെച്ചു. ഇതിന് പിന്നാലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി. അതിലും ഗവർണർ ഒപ്പിട്ടില്ല. ബില്ലുകൾ കൂട്ടത്തോടെ തടഞ്ഞുവെച്ചതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയതോടെ ഇവ രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുകയായിരുന്നു. ഗവർണർ സർക്കാർ പോരിൽ 11 സർവകലാശാലകളിൽ VC നിയമനം മുടങ്ങി. കേരള, കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റിയതിനെതിരെ SFI ഗവർണറെ തെരുവിൽ തടയാൻ ഇറങ്ങിയതും സംഘർഷമുണ്ടാക്കി. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഭരണത്തിൽ പിടിമുറുക്കിയ ഗവർണർക്കെതിരെ ഇടതുമുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരം സംഘടിപ്പിച്ചു. 9 VC-മാരുടെ രാജിയാണ് പിന്നീട് ഗവർണർ ആവശ്യപ്പെട്ടത്. SFIയുടെ പ്രതിഷേധവും പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നീട് ഇത് ഗവർണർ സ്വന്തം സുരക്ഷയ്ക്ക് കേന്ദ്ര സേനയെ വരെ നിയോഗിച്ചു. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ച ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന നിലയിലേക്കും തർക്കം വളർന്നു. ഭരണഘടനാ പ്രകാരം ഗവർണർക്ക് 5 വർഷം എന്ന കൃത്യമായ കാലാവധിയില്ല. പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ തൽസ്ഥാനത്ത് തുടരാം. P. സദാശിവം 5 വർഷം തികച്ചപ്പോൾ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഗവർണറായി നിയമിച്ചിരുന്നു. 2014 മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേരള ഗവർണർ സ്ഥാനത്ത് 6 മാസം തികയ്ക്കാതെ മുൻ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിന് ഒഴിയേണ്ടി വന്നു. 2 ആഴ്ച മുൻപ് ഡൽഹിയിൽ രാഷ്ട്രപതിയുമായി പ്രധാനമന്ത്രിയുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും ഉണ്ടായില്ലെന്നാണ് വിവരം. ഈ മാസം അവസാനം വരെ ഗവർണർ സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയനിലൂടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ഇസ്ലാം നവീകരണത്തിലും പുരോഗമന നയരൂപീകരണത്തിലും സജീവമായി ഇടപെട്ടിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിൽ 1951-ലാണ് ജനിക്കുന്നത്. ഡൽഹിയിൽ ജാമിയ മിലിയ സ്കൂൾ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലിഗഡ് ലക്നൌ സർവകലാശാലയിലെ ഷിയ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിലും പ്രശസ്തനാണ്. ഖുറാനും സമകാലിക വെല്ലുവിളികളും എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ രചന 2010-ലെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. സൂഫിസവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും കോളങ്ങളും ആരിഫ് മുഹമ്മദ് ഖാന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
UP മുൻ മുഖ്യമന്ത്രി ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തി ദളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അധികം വൈകാതെ നിയമസഭാ അംഗമായി. പിന്നീട് ലോക്സഭയിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ ചീട്ടിലായിരുന്നു. ആ ബന്ധവും അധികകാലം നിലനിന്നില്ല. മുസ്ലിം പേഴ്സണൽ ലോ ബില്ലിനെ എതിർത്തുകൊണ്ടായിരുന്നു പടിയിറക്കം. പിന്നീട് ജനതാദളിന്റെ ജനപ്രിയ നേതാവായി ലോക്സഭയിൽ തിരിച്ചെത്തി. ഒപ്പം കേന്ദ്രമന്ത്രി സ്ഥാനവും. എന്നാൽ അതും സുസ്ഥിരമായിരുന്നില്ല. തന്റെ രാഷ്ട്രീയ ഭാവി BSPക്കൊപ്പവും അത് കഴിഞ്ഞ് BJPക്കൊപ്പം പരീക്ഷിക്കേണ്ടി വന്നു. എന്നാൽ 2007 BJPയും വിട്ടു. വീണ്ടും BJP അധികാരത്തിലെത്തിയതോടെ ആരിഫ് മുഹമ്മദ് ഖാനും പാർട്ടിയിലേക്ക് തിരിച്ചെത്തി. 15 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷമാണ് കേന്ദ്രം ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിക്കാൻ കേരളത്തിലെത്തുന്നത്. ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമോ, മറ്റാരെങ്കിലും വരുമോ എന്നതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഗവർണർക്ക് കാലാവധി നീട്ടിക്കൊടുക്കാനോ പുതിയ ഗവർണറെ നിയമിക്കാനോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെടുക്കാം. സംസ്ഥാന സർക്കാരുമായി ഇണങ്ങിയും നിലപാടുകൾ സ്വീകരിച്ച ആരിഫ് മുഹമ്മദ് ഖാന് പകരം മറ്റൊരാളെത്തുമോ എന്ന ആകാംക്ഷയിലാണ് സർക്കാരും കേരളവും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായി തുടരുമോ എന്നതും കാത്തിരുന്ന് കാണാം.